കള്ളാടി ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം തുരങ്ക നിർമ്മാണത്തിന്റെ കരാർ കമ്പനിക്ക് മേൽ ചാർത്തി സംസ്ഥാന സർക്കാർ. ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്നും മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമെന്നും വനം പൊതുമരാമത്ത് മന്ത്രിമാർ ആരോപിച്ചു. എന്നാൽ സർക്കാർ വാദങ്ങൾ തള്ളിയ കമ്പനി പ്രകൃതിദത്ത ദുരന്തമാണ് ഉണ്ടായതെന്ന് വിശദീകരിച്ചു. 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി മണ്ണുകൂട്ടിയതാണ് ദുരന്തത്തിന് കാരണമായതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രിമാർ. ചെറിയ മഴ പെയ്താൽ പോലും അപകടമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. ചെറിയ രീതിയിലുള്ള ഈ മഴയിൽ എങ്ങനെ അപകടം സംഭവിക്കും എന്നുള്ളതിന്റെ സൂചന കൊങ്കൺ അധികൃതരുടെ മീറ്റിംഗിൽ ഉൾപ്പെടെ നൽകിയിരുന്നതാണ്. മഴ വന്നാൽ നിർത്തിവെക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. എന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടിയത് വർഷകാലമായതുകൊണ്ട് നിർത്തിവെക്കണം. അന്വേഷിച്ചിട്ട് എന്താണ് എവിടെ വീഴ്ച പരിശോധിച്ചിട്ട് നടപടി ഉണ്ടാവും. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് മൂലം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി പ്രതിഭാസമോ കാരണം ഒരു അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും തടയാൻ വേണ്ട മുൻകരുതൽ എടുക്കണമെന്നും PWDയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന വാദങ്ങൾ പാടെ തള്ളുകയാണ് കരാർ കമ്പനിയുടെ സുരക്ഷാ വിഭാഗം. ബെഞ്ചിങ് എന്ന് പറഞ്ഞ അതിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഹെവി ക്വാണ്ടിറ്റിയില്ല. മഴ കാരണം ക്രാക്ക് ഡെവലപ്പായി. ആ ക്രാക്കിലേക്കാണ് വെള്ളം കൂടുതൽ വന്നത്. അതേസമയം മുന്നറിയിപ്പ് അവഗണിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കരാർ കമ്പനിക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, ഈ പരസ്പരമുള്ള പഴിചാരൽ നടക്കുന്നുണ്ട്. സർക്കാർ അത് പൂർണ്ണമായും കരാർ കമ്പനിയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട നേരത്തെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ PWD അധികൃതരും അതിനോടൊപ്പം IAS ഉദ്യോഗസ്ഥരും അടക്കം ചേർന്ന യോഗത്തിൽ നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കരാർ കമ്പനി പറയുന്നത് അങ്ങനെയല്ല, ഇതൊരു പ്രകൃതി ദുരന്തമാണ് എന്നുള്ളതാണ്. പ്രകൃതി ദുരന്തമാണ് എങ്കിൽ അതിനപ്പുറത്തൊരു മണ്ണിടിച്ചിലുണ്ടായി ഈ മണ്ണടക്കം വരണം, അങ്ങനെയൊന്നുമില്ലല്ലോ. അതെ മാധു, സ്വാഭാവികമായിട്ടും കരാർ കമ്പനി പറയുന്ന വാദങ്ങൾ ശരിവെക്കുന്നതല്ല സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഈ മേഖല വന്ന് കാണുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. കാരണം തൊട്ടപ്പുറത്തുള്ള മേഖലയിലൊന്നും തന്നെ സമാനമായ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല. കാരണം സമാനമായ രീതിയിൽ കുന്നിൻ ചെരുവാണ്, ഈ മലനിരകളാണ്, അവിടെയൊക്കെ തന്നെ ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പ്രകൃതി ദുരന്തമാണെങ്കിൽ അങ്ങനെയും സംഭവിക്കാമല്ലോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. പക്ഷേ വിശദമായിട്ടുള്ളൊരു പരിശോധന തന്നെ ഇക്കാര്യത്തിൽ അനിവാര്യമായിട്ട് വേണ്ടിവരുമെന്നുള്ളതാണ് കരുതുന്നത്. മനുഷ്യനിർമ്മിത ദുരന്തമാണ്. കരാർ കമ്പനിയെ പൂർണ്ണമായിട്ടും സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പഴി ചാരുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം പോലെയുള്ള വലിയൊരു സംവിധാനത്തിന്റെ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തി തുടരാൻ കഴിഞ്ഞതെന്നതിന് ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. കാരണം അതിനും ഉത്തരവാദി സർക്കാർ തന്നെയാണ്. സർക്കാർ അത് നിരീക്ഷിക്കേണ്ടതായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കേണ്ടതായിരുന്നു. അതുണ്ടായിട്ടില്ല. കാരണം നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവരത് പറയുന്നുണ്ട്. അവർ പറഞ്ഞതനുസരിച്ചാണ് കുറച്ചെങ്കിലും നിയന്ത്രണം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. പക്ഷേ അത് പോരായിരുന്നു. കനത്ത മഴയൊക്കെ തന്നെ പെയ്യുന്ന സമയത്ത് തൊഴിലാളികൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നത് കണ്ടിരുന്നു എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ കേവലം ഒരു വാക്കോടുകൂടിയുള്ള നിയന്ത്രണം മാത്രമാണോ ഉണ്ടായിരുന്നത്? കർശന പരിശോധനകൾ നടത്തി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നും ഉയരുന്നത്. പരസ്പരം പഴി ചാരുന്നതിനപ്പുറത്ത് നിലവിൽ ഇവിടെ മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതിനെന്തെങ്കിലും രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങൾ വേണമെങ്കിൽ അത് ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കാരണം ഇത്ര സമയം പിന്നിട്ടിരിക്കുന്നു, അപകടം സംഭവിച്ച ഏറെക്കുറെ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അത് ഇപ്പോഴും ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് പറയുന്ന മേഖലയിലേക്ക് ഈ JCB പോലെയുള്ള വാഹനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഈ തൊട്ടടുത്ത മേഖലയിൽ ഒരു വലിയ ദുരന്തമുണ്ടായിട്ട് ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം വലിയ പ്രയാസം നേരിടുന്നത്. ഈ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി നമ്മൾ നേരിടുന്ന ആ ഘട്ടത്തിൽ കണ്ടതാണ്. പിന്നീട് ആർമി ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുത്തൊരു ബെയിലി പാലം, അതിന്റെ സഹായത്തോടു കൂടിയായിരുന്നു രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടന്നിരുന്നത്. തൊട്ടപ്പുറത്ത് കുടുങ്ങിക്കിട്ടുന്ന ആളുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത് ആ ബെയിലി പാലം അവിടെ നിർമ്മിച്ചത് കൊണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള സംഘങ്ങളുടെ സഹായങ്ങൾ ഇവിടെ അനിവാര്യമാണെങ്കിൽ അത് തേടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയധികം സമയം പിന്നിട്ടിട്ടും ഈ പാലത്തിന്റെ മറുവശത്തേക്ക് വാഹനങ്ങൾക്ക് എത്തിക്കാൻ, ഈ സ്പോട്ട് ചെയ്ത മേഖലയിൽ എത്തി തെരച്ചിൽ നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെടുന്ന കാര്യം തന്നെയാണ്. ഈ മനുഷ്യർ ഏറെ നേരമായിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 5 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. 5 പേരല്ല, മറിച്ച് നിരവധി ആളുകളുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ
ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് അത് സ്ഥിരീകരിക്കുന്നില്ല. 5 പേരാണെങ്കിൽ കൂടി ഗവൺമെൻറ് തന്നെ സ്ഥിരീകരിക്കുന്ന കണക്കിൽ 5 പേരാണെങ്കിൽ പോലും അവരെ കണ്ടെത്തേണ്ടതല്ലേ, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടതല്ലേ? അത് ഇത്രത്തോളം ഒരു ലാഘവത്തോടെ കാണേണ്ട കാര്യമാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന മനുഷ്യർ അവർ ഒട്ടും എന്താ പറയുക വൈകിപ്പിക്കാതെ അക്ഷീണം ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നു. പക്ഷേ അവരുടെ പ്രയത്നം അത് ഇനിയും ഏറെ നേരം വേണ്ടി വരുമെന്നുള്ളതാണ് ഇവിടെ നിന്നും കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ പറയേണ്ടി വരുന്നത്. കേവലം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാരുണ്ട്, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വിവിധ സന്നദ്ധ സംഘടനകൾ, TDRF പോലെയുള്ള NDRFിൻ്റെ ഒക്കെ തന്നെ ആളുകൾ ഇവിടെയുണ്ട്. JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധി രക്ഷാദൗത്യത്തിന് നേരിടേണ്ടി വരുന്നത് വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. 2 ആൾപ്പൊക്കത്തിൽ 2 വാഹനങ്ങളുടെ ഉയരത്തിൽ തന്നെ മണ്ണ് രൂപപ്പെട്ട് കിടന്നിരിക്കുന്നു. അത് നീക്കം ചെയ്യാൻ കഴിയാതെ ഈ രക്ഷാദൗത്യം വഴിമുട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നും നമ്മൾ കാണുന്നത്. വെളിച്ചം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ജില്ലാ കളക്ടർക്ക് നൽകുന്ന ഉറപ്പ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന 5 പേരെ കണ്ടെത്തിയതിനു ശേഷമേ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് തുടർന്നത് എന്നുള്ളതാണ്. നേരത്തെ ഏറെ നേരം നമ്മൾ കാണിച്ച ദൃശ്യങ്ങളായിരുന്നു മാധു. ഇതാ ഇപ്പോൾ ഉണ്ണിതൂരിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹിറ്റാച്ചിയുടെ പിൻവശമാണ് മാധു. അത് കാണേണ്ടതുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണത്. നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ അപകടമുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് വരെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഹിറ്റാച്ചിയുടെ ഒരു ഭാഗമാണ് മാധു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹിറ്റാച്ചിയുടെ പുറകുവശമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. അതിൻ്റെ ബാക്കിയുള്ള വസ്തുക്കളൊക്കെ തന്നെ മണ്ണിലോട്ട് പൂർണ്ണമായിട്ടും തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ ലോറിയും അപകടത്തിൽപ്പെട്ടതായിരുന്നു. തൊട്ടപ്പുറത്ത് വലിയ ഒരു കോൺക്രീറ്റ് പാളി. അത് നമ്മൾ അറിയേണ്ടത് ഈ വീടിനോട് ചേർന്നാണ് ഹിറ്റാച്ചി വന്ന് പതിച്ചു വീണിരിക്കുന്നത്. ഈ വീട്ടിൽ താമസക്കാരുണ്ടായിരുന്നതാണ്. ഇവിടെ കാലങ്ങളായിട്ട് താമസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ആശ്വാസകരമായുള്ള കാര്യം അപകടം സംഭവിച്ച സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നില്ല. തലനാരിഴക്ക് അപകടത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു പക്ഷെ അവരിവിടേക്ക് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹിറ്റാച്ചി വാഹനമൊക്കെ തന്നെ ഈ വീടിനോട് വന്ന് പതിച്ച് മണ്ണ് വന്ന് പതിച്ച് അപകടപ്പെടുന്ന സമയത്ത് ആ മനുഷ്യരും ഇവിടെ പെട്ടുപോകുമായിരുന്നല്ലോ എന്നൊരു ആശങ്ക ഇവിടെയുള്ള മനുഷ്യർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിനി അവർ ഈ വരും ദിവസങ്ങളിൽ ഇവിടെ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണെന്ന് പറയാതെ വയ്യ മാധു. കാരണം ഇവിടെ ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുമെങ്കിലും വലിയ അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. കാരണം നേരത്തെ ശിരൂരിലൊക്കെ തന്നെ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായ അശാസ്ത്രീയ നിർമ്മാണമായിരുന്നു മണ്ണിടിച്ചിലേക്ക് നയിച്ചിരുന്നത്. പ്രിയപ്പെട്ട അർജുന്റെ മരണത്തിലേക്ക് ഉൾപ്പെടെ നയിച്ചിരുന്നത് അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുപ്പും അതിനെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിലുമായിരുന്നു. ആ മണ്ണിടിച്ചിൽ ലോറി അകപ്പെടുകയും അർജുനെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ നമ്മളൊക്കെ തന്നെ ദീർഘകാലം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ഏറ്റവും ഒടുവിൽ അർജുൻ്റെ ചില ഭാഗങ്ങൾ മാത്രം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അന്ന് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ നടുക്കിയ ചൂരൽമല ദുരന്തമുണ്ടായ ഈ പുഞ്ചിരിമട്ടം അട്ടമലയടങ്ങുന്ന മേഖലയിൽ നിന്നും ഏകദേശം വെറും കിലോമീറ്ററുകൾ ഇപ്പുറത്തുള്ള ഈ കള്ളാടി എന്ന് പറയുന്ന തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മറ്റൊരു ദുരന്തം കൂടി ഒരു വർഷത്തിനിപ്പുറം സംഭവിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രത്തോളം ലാഘവത്തോടെയായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാത, അതായത് ഈ സ്വാഭാവികമായിട്ടും വയനാട് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഒരു ഭാഗത്ത് കിടക്കുന്ന വികസന വിഷയങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽകൃത വിഭാഗങ്ങൾ നിരവധി പ്രയാസങ്ങൾ നേരിടുന്ന ഒരു മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പാത തന്നെയായിരുന്നു ഈ തുരങ്കപാത, ഈ കള്ളാടി തുരങ്കപാത എന്നുള്ളത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ പഠനങ്ങൾ ഉൾപ്പെടെ പ്രകൃതി പഠനങ്ങൾ ഉൾപ്പെടെ നടത്തിയതിനു ശേഷം വിദഗ്ധ സമിതിയുടെ വിശദമായിട്ടുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയതിനു ശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥർ, അധികൃതർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്, സർക്കാർ മാറി വരുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് ഇത്രത്തോളം ലാഘവത്തോടെ ഇത് ഏറ്റെടുത്ത കരാർ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്? അതോ ഈ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്ന ഘട്ടത്തിൽ ഇത് കൃത്യമായിട്ട് നിരീക്ഷിച്ചിരുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്നതിൽ ഉൾപ്പെടെയാണ് ഇനിയും വിശദമായിട്ടുള്ളൊരു പരിശോധനയും അന്വേഷണവും ആവശ്യമായിട്ടുള്ള. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ എന്തൊക്കെയാവും കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇക്കാര്യത്തിൽ ഇത്രയധികം പരിസ്ഥിതി ലോല മേഖലയായിട്ടുള്ള ഈ മലനിരകളോട് ചേർന്ന് കുന്നിൻ ചെരുവ് പോലെയുള്ള ഇടങ്ങളിൽ നിന്നും മണ്ണെടുത്തൊരു പാത പോലെയുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന
പ്രകൃതിയിലുണ്ടാകുന്ന രൂപമാറ്റങ്ങൾ, പ്രകൃതിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നോ, ഇവിടെ ജനങ്ങൾ ആദ്യഘട്ടം മുതൽ പറയുന്ന ആശങ്ക കേൾക്കാൻ ഇവർ തയ്യാറായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി വിശദമായിട്ട് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടത്. കാരണം ഈ ദുരന്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ച ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ ആദ്യഘട്ടം മുതൽ ഇവിടെ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളുടെ വീടിന് വിള്ളലുണ്ടായിരുന്നു, ഞങ്ങളുടെ മതിൽ ഉൾപ്പെടെ തകർന്നു പോയിരുന്നു, തുരങ്കപാതയുടെ പേരിൽ പല ഘട്ടങ്ങളിലായിട്ട് പലയിടങ്ങളിൽ നിന്നും അശാസ്ത്രീയമായിട്ടുള്ള മണ്ണെടുക്കുന്നത് ചൂണ്ടിക്കാണിച്ചതല്ലേ വിശദമായ വിവരങ്ങൾ നൽകിയത്. അവിടെ വീഴ്ച സംഭവിച്ചത് ആർക്ക് എന്ന തർക്കങ്ങളും ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ആ മണ്ണ് അങ്ങനെ കൂട്ടിയിടാനുള്ള ഒരു സാഹചര്യം, അതും ജില്ലാ ഭരണകൂടത്തെ നിഷേധിച്ചുകൊണ്ട് അത് തുടരാൻ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് സാധിച്ചതെന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നത്.